ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പതിവ് പോലെ തന്നെ കളിയും ചിരിയും കുട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം കടന്നുപോയി. അപ്പോൾ രാവിലെ പതിവ് പൊടി എണീറ്റു. ഇന്ന് രാവിലെ പറഞ്ഞ പോലെ എന്തിട്ടായിരുന്നു, ഞാൻ ശരിക്കും പറഞ്ഞ രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ തമാശ അതല്ല, ഇന്ന് രാവിലെ ഗ്രൂപ്പിലെ കുട്ടികൾ വിപില എന്നോട് ചോദിക്കായിരുന്നു ഇന്ന് രാവിലെ പുട്ടും പഴവും കഴിച്ചോന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുക, അയ്യോ ഞാൻ തലേ ദിവസം പറയാറുണ്ടല്ലോ നാളെ ഇന്ന സംഭവമാണെന്നുള്ളതെന്ന്. അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഓരോരുത്തരും വീഡിയോസ് കറക്റ്റായിട്ട് കണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതുപോലെ കണ്ടമാനം പേര് ഓരോ കാര്യങ്ങൾ, കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കാര്യം, മക്കളുടെ കളി സാധനങ്ങളുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത്രയും കണ്ടുകൊണ്ടാണ് അവരത് ചോദിക്കണേന്നുള്ളത്. അപ്പോൾ എനിക്കും അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവുംപടി രാവിലെ എണീറ്റ് ഒരുത്തൻ്റെ സൈക്കിളും കൊണ്ട് ഇറങ്ങിൻ്റെ പാച്ചു പറഞ്ഞു കാറ് തുറന്നു കൊടുത്താൽ മതി, അതിൻ്റെ ഉള്ളിലിരുന്ന് കളിച്ചോളാമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും അവരുടേതായ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പാച്ചുവൊക്കെ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൈയുടെയും എലിയുടെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ അവർക്കും മനസ്സിലായി ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നമ്മളൊന്ന് വഴക്ക് പറയുമ്പോൾ 3ാമത്തെ പ്രാവശ്യം അവർക്കത് മനസ്സിലാവും. അങ്ങനെ പാച്ചു വണ്ടിയിൽ കയറിയിരിക്കണം കേട്ടോ. വേറെ ഒന്നും ചെയ്യൊന്നുമില്ല, അവനവിടെ കയറിയിരിക്കണം, അത്രയേ ഉള്ളൂ. തോമു സൈക്കിളുമ്മയാണ്. അവന് ഈ പറഞ്ഞോണം കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ, വൈകിട്ട് വരുമ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഞാൻ പതിവുംപടി നിങ്ങളും ആദ്യം കാണുക ഡാഡീനെയും ചാക്കോച്ചനെയാണ്. അപ്പോൾ ഡാഡീനെ കാണാനില്ല. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഡാഡി ഓൾറെഡി ചക്ക നന്നാക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചക്ക കൊണ്ടു തോന്നുന്നു, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അത് ചക്ക നന്നാക്കാം. അപ്പോൾ ശരിക്ക് ഒരു പീസ് അത് 35 രൂപ. നമുക്കത് മതി. കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം വാരി വലിച്ച് നമ്മളൊക്കെ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു പൂതിക്ക് ഇന്നലെ ഡിവൈൻ കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട്, ഡിവൈൻ സ്ഥിരം ഒരു പച്ചക്കറി കടയിൽ നിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കുക. അപ്പോൾ അവർ എന്തെങ്കിലും നല്ലത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അപ്പം കൊടുക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലത്തെ പാലുകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3 ആളും TV കണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തോമു ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് തോമു അപ്പയാണ് പോകാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫസ്റ്റ് തോമു അപ്പയും കൂടിയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ തോമു ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവിടെ ചെന്നാലും ടാറ്റയൊക്കെ പറഞ്ഞ് അപ്പോട് പറഞ്ഞിട്ടാണ് അവിടെ പോവാട്ടോ. അപ്പോൾ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ 11:15 അവൻ്റെ സമയം. അപ്പോൾ അതുവരെയൊക്കെ കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 തവണയായിട്ടാണ് ഇവിടെ ഓരോരുത്തർ പോവുക. ഫസ്റ്റ് അപ്പയും തോമും പോവും, അത് കഴിഞ്ഞ് പാച്ചു പോവും, അത് കഴിഞ്ഞ് അപ്പാപ്പൻ്റെ കാര്യങ്ങൾക്ക് പോവും. എന്നിട്ട് അപ്പാപ്പൻ ഫസ്റ്റ് ട്രിപ്പ് തിരിച്ച് വരുമ്പോഴാണ് ഇവരെയും കൊണ്ടുവരിക. പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത് സെക്കൻഡ് ട്രിപ്പ് പോയി തിരിച്ച് വരുമ്പോൾ തോമൂനെയും കൊണ്ടുവരും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, പണ്ടൊക്കെ കുട്ടികൾക്ക് ഒരു 3.5-4 വയസ്സ് കഴിയുമ്പോഴാണ് LKG UKG പോവലും വരലും വാൻ കാത്തു നിൽക്കലൊക്കെ. ഇപ്പോൾ 2 കുട്ടികളെയും ഈ കൃത്യമായിട്ട് കൊണ്ടുപോയി കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമായിട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ അപ്പാപ്പൻ ഫ്രീ ആയപ്പോൾ അപ്പാപ്പൻ്റെ മടിയിൽ വന്ന് കിടന്നു. അപ്പോൾ ഇവൻ്റെ സൂത്രം എന്താണെന്ന് വെച്ചാൽ, ഇവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഹോച്ച് വന്നെടുത്ത് ഉറക്കാൻ നോക്കും, ഒരു രക്ഷയില്ല. ഞാനെടുത്താലും ഉറങ്ങില്ല. അപ്പാപ്പൻ അല്ലെങ്കിൽ അവൻ്റെ അമ്മ എടുത്താൽ മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പാപ്പൻ എടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അപ്പാപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മാറ്റിൽ അപ്പാപ്പനും കിടന്നു, അപ്പുറത്ത് പാച്ചുവും കിടന്നു. 3 കുട്ടികളും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനുള്ള ബാഗ് റെഡിയായി. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ ഒരു സബ്സ്ക്രൈബർ ആ മോള് സെൻഡ് ചെയ്ത് കേട്ടോ, 2 പേർക്കും. അങ്ങനെ ഇവരിവിടെ ഇരുന്ന് കളിക്കുകയാണ്, കാരണം സമയമായിട്ടില്ല. അപ്പോൾ 11:15 കൂടിയിട്ട് അമ്മയും മോനും റെഡിയായി, അപ്പാപ്പനും റെഡിയായി. അവരെ കൊണ്ടാക്കാനായിട്ട് അപ്പാപ്പൻ പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്താ ഡിംപിള് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഡിംപിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാണ്ട് 3 വീഡിയോ സേവ് ചെയ്ത് വെച്ചത് അറിയാണ്ട് അപ്ലോഡായി പോയതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ വരും 2 ദിവസം കഴിയുമ്പോൾ അവളിടും. കാരണം മോൻ്റെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറച്ച് പേരത് കണ്ടു. പിന്നെ അത് ഡിലീറ്റ് ചെയ്തപ്പോൾ എല്ലാവരുടെയും വിചാരം, അയ്യോ അത് എന്താണാവോ ഡിലീറ്റ് ചെയ്തല്ല, ഹൈഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ 12:45 നമ്മുടെ പാച്ചൂട്ടനും അമ്മയും തിരിച്ചു വന്നു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഡിവൈൻ്റെ വക എഗ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇവർ പോയി, ഞാനും നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിനിരിക്കുന്ന സമയത്താണ് ഡിവൈൻ ബിരിയാണി വെച്ചത്. അപ്പോൾ ഡോൺ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിന് നമ്മൾ ഈ ഇത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തുട്ടാണ് ക്ലേയുടെ. അപ്പോൾ അത്
അവനിങ്ങനെ കളറുകൾ പറഞ്ഞ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതേ നമ്മുടെ മാങ്ങ കൊണ്ടുവന്നില്ലേ, പച്ചമാങ്ങ, അതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് എന്താ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിറച്ച് ഐസൊക്കെ ഇട്ട് കുടിച്ചപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ദേ ബിരിയാണി, മറ്റേ സാലഡും അച്ചാറും മറ്റേ മാങ്ങ അരിഞ്ഞിട്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡിവൈൻ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ആവശ്യമുള്ളവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ചപ്പാത്തിയും 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോൺ ഭക്ഷണം കഴിച്ച് പോയി. അപ്പോൾ ചക്ക അതോട് കൂടിയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയാണ് ചക്ക അവസാനിപ്പിച്ച ആൾക്കാർ. അപ്പോൾ അത് കഴിഞ്ഞ് ഡാഡി ഒന്ന് കിടന്നെണീറ്റ് വന്നപ്പോഴേക്കും തോമുവിനെ കൊണ്ടുവരാറായി. തോമുവിനെയും കൊണ്ട് വന്നു. തോമു വന്ന് നേരെ കയറി ഓച്ചുവിൻ്റെ അടുത്തേക്കും പാച്ചുവിൻ്റെ അടുത്തേക്കും. അപ്പോൾ ഓച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് എന്തോ തീരെ വയ്യ, പനിയുടെ ഒരു കോളും, മൊത്തത്തിലൊരു സുഖമില്ല. അപ്പോൾ ആൾ കിടക്കായിരുന്നു കേട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവനെയും കൊണ്ട് റൂം അടച്ചിട്ട് കിടന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കും ഡാഡിക്കും സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാം. പിന്നെ പാച്ചു ഡിവൈനോട് ഞാൻ പറയും മോർണിംഗ് കൊണ്ട് മുകളിലേക്ക് പോക്കാം. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇവങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നാലെ ഓടലാണ് പണി. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഇനി തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തോമ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേക്കണം കേട്ടോ. നിങ്ങൾക്ക് പോകുമ്പോഴും വരുമ്പോഴും കണ്ടറിയാൻ ഡ്രസ്സൊക്കെ മാറി മെടുക്കനായിട്ട് അവരവിടെ നിന്ന് വിടുക. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കാല് മാത്രം ഒന്ന് കഴുകിയിട്ട് റൂമിൽ കയറ്റി അവിടെ കെടുത്തും ഡിവൈൻ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. 2 കുട്ടികളും ഡിവൈനും കൂടിയിട്ട് ഇത് ഒരു 5:30 ആവണ വരെ അവിടെ ഉണ്ടാവും. ഇവരും അവിടെ കിടക്കും. ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കിടന്നു ഉറങ്ങിപ്പോകുന്ന സമയം കേട്ടോ. ഡാഡിയും ഈ സമയത്തൊക്കെ എടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാപ്പി കുടിക്കാൻ ശരിക്കൊരു 5:30-6 മണിക്ക് ആകുമ്പോഴാണ് ഞങ്ങളുടെ ഉച്ചതിരിഞ്ഞത്തെ കാപ്പി കുടിക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ കലക്കി റെഡിയാക്കി വെച്ച സമയത്താണ് കുറേ സ്നാക്സും കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അതിനി വേസ്റ്റ് ആവേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിൽ നാളികേരം വറുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ വറുത്തിടാമെന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും മാച്ച് തുടങ്ങിയ പിന്നെ ഡാഡീനെ കിട്ടില്ല കേട്ടോ. നാളികേരം പൊടിക്കാൻ ഡാഡി വേണം. അപ്പോൾ ഉച്ചയിലത്തെ എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ കയറ്റി വിട്ടതിന് ശേഷം അടുക്കള ഇന്ന് ക്ലീൻ ചെയ്തത് ഞാനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ 6-6:30 ആയപ്പോഴേക്കും കാപ്പി കുടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കലക്കി വെച്ചാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എങ്ങനെയാവോ തണുപ്പുള്ള കാരണം. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നാളികേരം വറുത്തിട്ടത് ഇന്നാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഴിയിൽ നിന്ന് വേഗം വലിയ ചീനച്ചട്ടിയിലേക്ക് എടുത്തിട്ട് ഇട്ടു. എനിക്ക് ആ വെളിച്ചെണ്ണ എടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ രാവിലെ മറ്റേ ഉണ്ണിയപ്പവും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഡിമ്പിൾ എണ്ണയിടാൻ നിന്നു. അതോടുകൂടി എനിക്കും തലയിൽ എണ്ണയിട്ട് തന്നു കേട്ടോ. കുട്ടികൾ 2 പേരും നല്ല കളിയാണ്. ചാക്കോച്ചൻ അവിടെ ഡാഡിയുടെയും ഡോണിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ബിൽഡിങ് ഇങ്ങനെ കെട്ടിപ്പൊക്കും. അപ്പോൾ ഒരാളുടെ വീഴും, അടുത്ത ആളുടെ രണ്ടാമത്തെ വീഴും. ഒരാളുടെ വീഴുമ്പോഴേക്കും മറ്റാൾ ദേഷ്യപ്പെടുമ്പോഴേക്കും അവൻ്റെയും വീഴും. അങ്ങനെ നല്ല രസമാണ്, കണ്ടില്ലേ? 2 ആളും കൂടിയിട്ട് നിന്ന് കെട്ടിടം പണിയാണ്. അപ്പോൾ ഒരാളുടെ വീണു, അടുത്ത ആളുടെയും വീണു. പിന്നെ ഇപ്പം എന്താ പറയുക, കുറേ ചിരിക്കും, കുറേ കരയും, കുറേ ദേഷ്യപ്പെടും. നല്ല രസമാണ് ഇവരുടെ കളികൾ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മറ്റേ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ 2 ആൾക്കും വേണ്ട, അവർക്കത് വലിയ താല്പര്യമില്ല. അങ്ങനത്തെ പലഹാരങ്ങളൊന്നും തിന്നാൻ ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ ഡാഡിയും മക്കളും കൂടിയിട്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു 3 തവണയായിട്ട് ഉണ്ടാക്കാവുന്നത് ചെയ്തിട്ടുള്ളൂ. 7 എണ്ണം 21 22 അങ്ങോട്ട് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാനാണ് ഇന്ന് കിച്ചണിൽ രാത്രിയിലത്തെ ഡിന്നറിനുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇത് ഡിവൈൻ്റെ വക കായുപ്പേരി നാളേക്കുള്ളത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്കാരുടെ പോലെയല്ല, ഡിവൈൻ ഇങ്ങനെ നീളനെയാണ് കേട്ടോ ഉപ്പേരിക്കരിയ. നമ്മളൊക്കെ ഇങ്ങനെ ചതുരം കഷ്ണങ്ങളല്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ടൊമാറ്റോ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ കഷ്ണങ്ങളാക്കാണ്ട്, ഇവിടെ ഡോണിന് ഇഷ്ടമില്ല തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത്, ഡിമ്പിളിന് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞ് മുട്ട റോസ്റ്റിന് ഗ്രേവി ഉണ്ടാക്കില്ലേ, ആ രീതിയിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാച്ചുവിന് ഡിവൈൻ മറ്റേ മുട്ട പൊരിച്ചത് വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഡിവൈൻ കൊടുക്കുമ്പോൾ പേടിച്ചിട്ടാണ് എന്തോ കുറേശ്ശൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് മൂപ്പര്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ശരിക്കും 11:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വർത്താനവും ചിരിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ. അപ്പോൾ അവിടെ കവറിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ള വേസ്റ്റ് ഡിവൈൻ കൊണ്ടുവന്ന് വെക്കണതാണ്. അപ്പോൾ അത് ഡാഡി എടുത്തിട്ട്
പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ വയ്ക്കും, ബാക്കി രാവിലെ കത്തിക്കാൻ കൊണ്ടുപോകും. അതാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും കാണുന്നതാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒക്കെ അവരവരുടെ മുറികളിലേക്ക് ഓടിച്ചു. അപ്പോൾ ഈ സമയത്താണ് അപ്പാപ്പൻ്റെ കൂടെ പാച്ചു ചെല്ലും. ആ ഗ്യാപ്പിൽ പൊന്നു കുളിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ റൂട്ടീൻ. അങ്ങനെ പൊന്നു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അപ്പോഴേക്കും ആൻസൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പൊന്നുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എന്നോട് ഗുഡ് നൈറ്റ് പറയാൻ വന്നപ്പോൾ അവൻ കുട്ടി കുറുമ്പനായിട്ടാണ് വന്നേക്കണേ കേട്ടോ. ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര കുറുമ്പായിട്ടാണ് വരും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര കുറുമ്പാണ്. മുനമ്പത്തുനിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ പറയും ചട്ടമ്പി ആയിരുന്നു. അപ്പോൾ തെറാപ്പിക്ക് പോയപ്പോൾ അവരും പറഞ്ഞു 2 ദിവസം വരാണ്ടായപ്പോൾ കുട്ടി കുറുമ്പനായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഗ്രൂപ്പിൽ കുറേ നേരം കുറേ പ്രയറിൻ്റെ വിശേഷമായിരുന്നു ഇന്ന് സംസാരിച്ചത്. അപ്പോൾ കുറേ പ്രയറുകൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികളോടൊക്കെ കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ കിടക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ് കേട്ടോ. ഞാൻ നാളെ വേഗം വരാം. അതുവരേക്ക് ബൈ.